അർജുൻ, ഇപ്പോൾ അമൃത്സറിൽ ഓൾ ക്ലിയർ സൈറൻ മുഴങ്ങി എന്ന് കേൾക്കുന്നുണ്ട്. അതായത് രാവിലെ 8:15 ഈ സൈറൻ മുഴങ്ങിയത്. അപ്പോൾ സാധാരണ നിലയിലേക്കൊക്കെ ആളുകൾക്ക് നീങ്ങാം, അവർക്ക് കടക്കാം എന്നൊരു നിർദ്ദേശമാണോ ഇതിലൂടെ ലഭിക്കുന്നത് അർജുൻ? ജയലക്ഷ്മി, രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അമൃത്സറിൽ ഓൾ ക്ലിയർ സൈറൻ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ 8:15 ഈ സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. ആളുകളോട് സാധാരണഗതിയിൽ മറ്റ് കാര്യങ്ങൾ തുടരാമെന്നുള്ള കാര്യം നിർദ്ദേശിച്ചിരിക്കുന്നു. അതായത് ഇതുവരെ ജാഗ്രത പാലിച്ച് വീടുകൾക്കകത്തിരിക്കണം, നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം. സൈറൻ പലതവണ മുഴങ്ങിയിരുന്നു, അതായത് മുന്നറിയിപ്പ് സൈറൻ. അതിനുശേഷം ഒരു ഗ്രീൻ സിഗ്നൽ തരാമെന്ന് പറഞ്ഞിരുന്നു. ആ ഗ്രീൻ സിഗ്നൽ ഇപ്പോൾ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 8:15 അമൃത്സറിൽ ഓൾ ക്ലിയർ സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. ആളുകൾക്കിനി ദൈനംദിന ജീവിതത്തിലേക്ക്, ദൈനംദിന കാര്യങ്ങളിലേക്ക് കടക്കാം, ആളുകൾക്ക് പുറത്തിറങ്ങാം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ അധികൃതർ പൊതുജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാവിലെ 11 മണിക്ക് നിർണായക വാർത്താ സമ്മേളനം നടക്കാൻ പോവുകയാണ്. സംയുക്ത സൈനിക വക്താക്കളുടെ, സേനാ വക്താക്കളുടെ, അതായത് പ്രതിരോധ വക്താക്കളുടെ ഒരു വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നു 11 മണിക്ക് ഡൽഹിയിൽ. പ്രധാനമായിട്ടും ഇപ്പോൾ അതിർത്തിയിലെ സാഹചര്യം എന്ത്, നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ സാഹചര്യം എന്ത് എന്നുള്ള കാര്യം വിശദീകരിക്കും. അതിനോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ പ്രകോപനം, പാകിസ്ഥാന്റെ ഈ വെടിനിർത്തൽ ധാരണ ലംഘിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിന് ഇന്നലെ ഏത് തരത്തിലാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത്, ഇന്ത്യൻ ഭാഗത്തുണ്ടായ നാശനഷ്ടങ്ങൾ എന്തൊക്കെ, പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായ നാശനഷ്ടങ്ങൾ എന്തൊക്കെ, തുടർന്നുള്ള നടപടികൾ എങ്ങനെ, നീക്കങ്ങൾ എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ കൂടി വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് 11 മണിക്ക് ഇപ്പോൾ ഒരു നിർണായക വാർത്താ സമ്മേളനം കൂടി വിളിച്ചിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ് ആണ് വിളിച്ചിരിക്കുന്നത്. അതായത് സൈനിക വക്താക്കളുടെ വാർത്താ സമ്മേളനമാണ് രാവിലെ 11 മണിക്ക് നടക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും എന്തായാലും വിശദീകരണമായിരിക്കും ഉണ്ടാവുക, എന്താണ് അതിർത്തിയിലെ സാഹചര്യം എന്നുള്ളത്. ഒപ്പം മറ്റ് കാര്യങ്ങളും തിരിച്ചടിയെ സംബന്ധിച്ചും ഈ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നടപടികളെ സംബന്ധിച്ചും വിശദീകരിക്കും. തീർച്ചയായും അർജുൻ, ഈ 11 മണിക്കുള്ള വാർത്താ സമ്മേളനം ഏറെ നിർണായകമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ ഒരു വെടിനിർത്തൽ ധാരണ വന്നതിന് ശേഷമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടായത്. അപ്പോൾ അതടക്കം കാര്യങ്ങൾ വിശദീകരിക്കുമെന്നുള്ളത് വ്യക്തമാണ്. പല നിർണായക കൂടിക്കാഴ്ചകളും യോഗങ്ങളും ഒക്കെ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ 11 മണിക്കുള്ള വാർത്താ സമ്മേളനം എന്താണ്, ഇനി ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത നമുക്ക് വരുത്താൻ സാധിക്കുമല്ലേ അർജുൻ? തീർച്ചയായിട്ടും. ഇന്നലെ ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായതിനു ശേഷം വിദേശകാര്യ വക്താവാണ് മാധ്യമങ്ങളെ കണ്ട്, വിദേശകാര്യ സെക്രട്ടറിയാണ് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചത്. അതായത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടായിരിക്കുന്നു, അതിന് നമ്മളുടെ സേന ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിയിരിക്കുന്നു, നമ്മളുടെ ഭാഗത്ത് ഒരു സേനാ പിന്മാറ്റം ഉണ്ടായിട്ടില്ല, സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ശേഷം മറ്റ് നടപടികൾ എടുക്കും. ഒപ്പം തന്നെ സേനകൾക്ക് തിരിച്ചടിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള കാര്യം, ഓപ്പറേഷണൽ ഫ്രീഡം നമ്മുടെ സേനയ്ക്ക് നൽകിയിട്ടുണ്ട്. BSFനായിരുന്നു ആദ്യം തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ഒപ്പം തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ സേനകൾക്ക് ഓപ്പറേഷണൽ ഫ്രീഡം ഉണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ സൈനിക വൃത്തങ്ങളാണ്, സൈനിക വക്താക്കളാണ് രാവിലെ 11 മണിക്ക് ഈ വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത്, ഒന്ന്, ഈ സ്ഥിതിഗതികൾ, ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തിയ ശേഷം അത് എന്താണ് എന്നുള്ള കാര്യം വിശദീകരിക്കും. അതിനോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രകോപനം ഏത് തരത്തിലായിരുന്നു എന്നുള്ള കാര്യം, അതിൻ്റെ സമയം, അത് എന്തൊക്കെ തരത്തിൽ, ഷെല്ലിംഗ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഇന്നലെ ലഭിച്ച വിവരം. ഷെല്ലിംഗ് ഉണ്ടായിട്ടുണ്ടോ, കൂടുതൽ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ടോ, ഡ്രോണുകൾ പതിച്ചത് ഏതൊക്കെ തരത്തിൽ, നമ്മളുടെ ഏതൊക്കെ സൈനിക താവളങ്ങളെ അല്ലെങ്കിൽ പൊതുജന മേഖലകളെ ലക്ഷ്യം വെച്ചു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തെളിവ് സഹിതം നിരത്തും. ഒപ്പം തിരിച്ചടി എങ്ങനെയായിരുന്നു, പാകിസ്ഥാൻ എങ്ങനെ തിരിച്ചടി നൽകി എന്നുള്ള കാര്യമടക്കം വിശദീകരിക്കും. അതിനോടൊപ്പം മുന്നോട്ടുള്ള സൈനിക നടപടികൾ, സൈനിക നീക്കങ്ങൾ, ഇതെല്ലാം തന്നെ വിശദീകരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രാവിലെ 11 മണിയോടുകൂടിയായിരിക്കും ഈ നിർണായക വാർത്താ സമ്മേളനം ചേരാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ സൈനിക വൃത്തങ്ങൾ ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടായിട്ടില്ല. ഡ്രോണുകളോ ഷെല്ലിങ്ങോ വെടിവെപ്പോ നടന്നതായിട്ടുള്ള വിവരമില്ല. അതായത് എവിടെയും രാത്രി 11 മണിക്ക് ശേഷം ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തോ അതല്ലെങ്കിൽ ഇന്ത്യയിലേക്ക്, നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യയിലേക്ക് ഡ്രോണുകൾ കടത്തിവിട്ടിട്ടില്ല. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വെടിവെപ്പ് ഉണ്ടായിട്ടില്ല. ജനവാസ മേഖലകളിലടക്കം ഷെല്ലിംഗ് ഉണ്ടായിട്ടില്ല. ഡ്രോണുകൾ എത്തിയത് രാത്രി 12 മണിക്ക് ശേഷം
നിയന്ത്രണ രേഖ വരെ, അതായത് അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപത്ത് പാകിസ്ഥാൻ അധീന ജമ്മു കാശ്മീരിന്റെ ഭാഗം വരെയാണ് എന്തായാലും ഡ്രോണുകൾ എത്തിയത്. അത് 5-ൽ താഴെയോ ഡ്രോണുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതിൽ നമുക്കൊരു ഒരു നടപടി എടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം നമ്മുടെ നിയന്ത്രണ രേഖ ലംഘിച്ച് ഇന്ത്യയിലേക്ക് ഈ ഡ്രോണുകൾ എത്തിയിട്ടില്ല ഇന്നലെ രാത്രി എന്നുള്ള കാര്യമാണ് വ്യക്തമായിരിക്കുന്നത്. അതായത് രാത്രി 11 മണിക്ക് ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടായിട്ടില്ല. ഏറെ നിർണായകമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം, അതായത് വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം ഇന്നലെ ഈ പ്രകോപനം ഉണ്ടായതിന് പിന്നാലെ നടന്നത് രാത്രി 11 മണിയോടുകൂടിയായിരുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് തൊട്ട് മുൻപാണ് DGMO തലത്തിൽ ഹോട്ട്ലൈൻ ചർച്ച വീണ്ടും ഇന്നലെ രാത്രി 10:15 ഉണ്ടായിരിക്കുന്നത്. ഏതായാലും 11 മണിക്ക് ശേഷം പിന്നീട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും പ്രകോപനം ഉണ്ടായിട്ടില്ല എന്ന് സൈനിക വൃത്തങ്ങൾ. ശരി അർജുൻ, എന്തായാലും 11 മണിക്ക് ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരം കൂടിയാണ് പുറത്തുവരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് രാവിലെ 11 മണിക്ക് സൈനിക വക്താക്കൾ മാധ്യമങ്ങളെ കാണുമെന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട്. ഈ വാർത്താ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്.